നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. പിന്നെ നമ്മൾ പറഞ്ഞു ദർ ആർ ഡിഫറെന്റ് ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഒരു ഫേമിന്റെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ ഡിഫറെന്റ് ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡെസിഷൻ എടുക്കുന്നതിന് മുന്നേ ആ ഡെസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ടെക്നിക്സ് ഉണ്ട്. നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എടുക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഇവാലുവേഷൻ ആണ്. നമുക്ക് ഓരോ ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ്സും നമ്മളെ കയ്യിൽ ഉണ്ടാവുമ്പോൾ വി ഹാവ് ടു അനലൈസ് ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ്സ് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്. ഓരോ ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ കോസ്റ്റ്, എന്തൊക്കെയാണ് അതിന്റെ പ്രോഫിറ്റ് ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നത്. സോ വാട്ട് ആർ ദ ടെക്നിക്സ് യൂസ്ഡ് ഫോർ ടേക്കിംഗ് ദിസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, അതിനെയാണ് ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. Capital budgeting techniques are criterion for choosing different investment alternatives. Capital budgeting techniques എന്ന് പറയുന്നത് different investment alternatives choose ചെയ്യാനുള്ള techniques ആണ്. As the resources of the company are limited, the company have to choose the best investment decision from the alternatives. ഒരു ഫേമിന് ഇൻവെസ്റ്റ് ചെയ്യാൻ ഡിഫറെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. പക്ഷെ എവിടൊക്കെയാണോ നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഓൾട്ടർനേറ്റീവ്സ് ഏതൊക്കെയാണോ നമുക്കുള്ളത് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് ലിമിറ്റഡ്. അപ്പൊ നമ്മളുടെ കയ്യിലുള്ള ഓൾട്ടർനേറ്റീവ്സിൽ ഏറ്റവും ബെസ്റ്റ് റിട്ടേൺ ഏതാണോ നമുക്ക് തരുന്നത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷിന് മണിക്ക് ഏറ്റവും ബെസ്റ്റ് റിട്ടേൺ ഏത് ഇൻവെസ്റ്റ്മെന്റ് ആണോ തരുന്നത് അത് നമ്മൾ ചൂസ് ചെയ്യണം. സോ on the basis of what criteria we have to choose this investment alternatives. ആ ക്രൈറ്റീരിയ ആണ് ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ഓരോ ഓൾട്ടർനേറ്റീവിനെയും ഇവാലുവേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ ടെക്നിക്ക് വെച്ചിട്ടാണ് നമ്മളുടെ ഡിസിഷൻ എടുക്കുന്നത്, നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ, ഈ ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്, അതിനെയാണ് നമ്മൾ ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. There are two techniques of capital budgeting. Capital budgeting decision എടുക്കുന്നതിന് രണ്ട് ടെക്നിക്സ് ഉണ്ട്. ട്രഡീഷണൽ ടെക്നിക്സ്, ദെൻ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കാൻ പോകുന്നത് ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് ആണ്. അതായത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കാൻ പറ്റുക, അതിന്റെ ഓരോരോ ടെക്നിക്സ്, ഡിഫറെന്റ് ടെക്നിക്സ് ഉണ്ട്. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ആൻഡ് നമുക്ക് ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ട്രഡീഷണൽ ടെക്നിക്സ് ആൻഡ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ്. രണ്ട് ടെക്നിക്സ് ഉണ്ട്, നമുക്ക് വൺ ബൈ വൺ നോക്കാം. ഫസ്റ്റ് വൺ, ട്രഡീഷണൽ ടെക്നിക്സ് അല്ലെങ്കിൽ നോൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്. ഫസ്റ്റ് ടെക്നിക്കിനെയാണ് നമ്മൾ ട്രഡീഷണൽ ടെക്നിക് എന്ന് പറയാം. ട്രഡീഷണൽ ടെക്നിക്സ് ആർ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് that does not consider time value of money. നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി എന്താണെന്നുള്ളത് നമ്മൾ പ്രീവിയസ് ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. ടൈം വാല്യൂ ഓഫ് മണി റെഫേഴ്സ് ടു ദാറ്റ് a sum of money received today is worth more than a sum of money received tomorrow. ഇന്ന് നമ്മൾ റിസീവ് ചെയ്യുന്ന ക്യാഷിന്റെ എമൗണ്ട് ഫ്യൂച്ചറിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന എമൗണ്ടിനേക്കാളും കൂടുതലാണ് അല്ലെ. ഇന്ന് റിസീവ് ചെയ്യുന്ന ഇന്ന് നമ്മൾ റിസീവ് ചെയ്യുന്ന എമൗണ്ടിനായിരിക്കും ഫ്യൂച്ചറിൽ റിസീവ് ചെയ്യുന്നതിനേക്കാളും വാല്യൂ കൂടുതൽ. ബിക്കോസ് ദ വാല്യൂ ഓഫ് മണി ഡിക്രീസസ് ഓവർ ടൈം. അപ്പോൾ ക്യാഷിനൊരു ടൈം വാല്യൂ ഉണ്ട്. ആ ടൈം വാല്യൂ കൺസിഡർ ചെയ്യാത്ത ടെക്നിക്സിനെയാണ് നമ്മൾ ട്രഡീഷണൽ ടെക്നിക്സ് എന്ന് പറയാം. നമ്മൾ ടൈം വാല്യൂ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ ചെയ്യുന്നത്. ടൈം വാല്യൂ ഓഫ് മണി കാൽക്കുലേറ്റ് ചെയ്യാൻ രണ്ട് ടെക്നിക്സ് ഉണ്ട്, ഡിസ്കൗണ്ടിങ് ആൻഡ് കോമ്പൗണ്ടിങ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാണ്. ഇപ്പൊ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ നമ്മൾ എന്താ പഠിക്കുന്നത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അല്ലെ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നൊരു 1 lakh rupeesന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് മേടിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഞാൻ അസറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു 5 yearsലോട്ടോ അല്ലെങ്കിൽ 8 yearsലോട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 8 years കഴിഞ്ഞ് ഞാൻ കിട്ടുന്ന റിട്ടേൺസ് 1 lakh ആണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്, അതിനേക്കാളും റിട്ടേൺ കിട്ടുന്ന പ്രൊജക്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ആ റിട്ടേൺ എത്ര വേണം എന്നുള്ളത് നമ്മൾ
ടൈം വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാണ്ടാണ് റിട്ടേൺ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മെത്തേഡ്സിനെയാണ് നമ്മൾ ട്രഡീഷണൽ ടെക്നിക്സ് എന്ന് പറയാം. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് ദാറ്റ് ഡസ് നോട്ട് കൺസിഡർ ടൈം വാല്യൂ ഓഫ് മണി. നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യാത്ത ബഡ്ജറ്റിംഗ് ടെക്നിക്സ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സിനെയാണ് ട്രഡീഷണൽ ടെക്നിക്സ് എന്ന് പറയാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നോൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്. എന്തുകൊണ്ടാണ് നോൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് എന്ന് പറയുന്നത്? ഇവിടെ ക്യാഷ് ഫ്ലോനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നില്ല. ഡിസ്കൗണ്ടിങ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിസ്കൗണ്ടിങ് ഇസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ സം ഓഫ് മണി. നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടാനുള്ള എമൗണ്ട്. ഇപ്പൊ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താ? ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ ഫ്യൂച്ചർ എമൗണ്ട് ആണ്. നമ്മൾ ഫ്യൂച്ചറിൽ കിട്ടുന്ന റിട്ടേൺ എന്താണെന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ഫ്യൂച്ചറിൽ കിട്ടുന്ന റിട്ടേൺ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ പ്രസന്റ് വാല്യൂ കൺസിഡർ ചെയ്യാത്ത മെത്തേഡ്സിനെയാണ് നോൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് എന്ന് പറയുന്നത്. നോൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്സ് ഇത്രയും ടൈപ്സ് ആണ് ഉള്ളത്. The different types of non-discounted cash flow methods are payback method, post payback period method, payback reciprocal method, accounting rate of return. Okay, ഇതൊക്കെയാണ് ട്രഡീഷണൽ ടെക്നിക്സ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ട്രഡീഷണൽ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ആണ് ഇതൊക്കെ. നമ്മൾ 1 by 1 ആയിട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് ഡിസ്കസ് ചെയ്യും. ദീസ് ആർ ദ ട്രഡീഷണൽ ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. പേബാക്ക് മെത്തേഡ്, പോസ്റ്റ് പേബാക്ക് പീരിയഡ് മെത്തേഡ്, പേബാക്ക് റെസിപ്രോക്കൽ മെത്തേഡ്, അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ട്രഡീഷണൽ ടെക്നിക് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്. ദാറ്റ് ഈസ് പേബാക്ക് മെത്തേഡ്. എങ്ങനെയാണ് പേബാക്ക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാനുള്ള ടെക്നിക്കാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്. അതിൽ 2 ടൈപ്പ് ഉണ്ട്. ട്രഡീഷണൽ ഉണ്ട്, നോൺ ട്രഡീഷണൽ ഉണ്ട്, അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് ഉണ്ട്. നമ്മൾ പഠിക്കുന്നത് ട്രഡീഷണൽ മെത്തേഡാണ്. ട്രഡീഷണൽ മെത്തേഡിലെ ഫസ്റ്റ് ടൈപ്പ് ആണ് പേബാക്ക് മെത്തേഡ്. അപ്പൊ എങ്ങനെയാണ് ഈ പേബാക്ക് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചൂസ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. പേബാക്ക് മെത്തേഡ് കൺസിഡർ ദ പേബാക്ക് പീരിയഡ് ഓഫ് എ പ്രൊജക്ട്. ഒരു ഫേമിന്റെ പേബാക്ക് പീരിയഡ് ആണ് പേബാക്ക് മെത്തേഡ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് വാട്ട് ഈസ് പേബാക്ക്? പേബാക്ക് റെഫേഴ്സ് ടു the time required to recover the entire amount invested in a project. Payback എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു 1 lakh rupeesന്റെ ഒരു അസറ്റ് നമ്മൾ മേടിക്കുകയാണ്. ആ 1 lakh rupees നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു കിട്ടാൻ നമുക്ക് എത്ര ടൈം എടുക്കും? അതിനെയാണ് പേബാക്ക് എന്ന് പറയുന്നത്. ടൈം റിക്വയർഡ് ടു റിക്കവർ ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ എ പ്രൊജക്ട്. അപ്പോൾ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്ര സമയം കൊണ്ടാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടുന്നത്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനേക്കാളും കൂടുതൽ കിട്ടുമ്പോഴല്ലേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുക. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് കിട്ടാൻ എത്ര പീരിയഡ് എടുക്കും? അതിനെയാണ് നമ്മൾ പേബാക്ക് എന്ന് പറയുന്നത്. സോ പേബാക്ക് മെത്തേഡ് കൺസിഡർ ദ പേബാക്ക് പീരിയഡ് ഓഫ് എ പ്രൊജക്ട്. നമ്മൾ പേബാക്ക് പീരിയഡ് ഓരോ പ്രൊജക്ടിന്റെയും, ഇപ്പൊ നമ്മളെ കയ്യിൽ 2 ഓൾട്ടർനേറ്റീവ് ഉണ്ട്, എ ആൻഡ് ബി. നമ്മൾ 1 lakh rupees ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എ എന്നുള്ള പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 1 lakh rupees നമുക്ക് 5 വർഷം കൊണ്ട് കിട്ടും എന്ന് വെക്കാം. ബി എന്നുള്ള പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 1 lakh rupees നമുക്ക് 4 വർഷം കൊണ്ട് കിട്ടും എന്ന് വെക്കാം. ഏത് പ്രൊജക്റ്റ് ആവും നമ്മൾ ചൂസ് ചെയ്യുക? ദ പ്രൊജക്ട് വിത്ത് ഷോർട്ടസ്റ്റ് പേ ബാക്ക് പീരിയഡ്, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഏത് പ്രൊജക്റ്റ് ആണോ നമുക്ക് നമ്മളുടെ എമൗണ്ട് പെട്ടെന്ന് തിരിച്ചു തരുന്നത്, ആ എമൗണ്ട് അല്ലേ, ആ പ്രൊജക്റ്റ് അല്ലേ നമ്മൾ ചൂസ് ചെയ്യുക. സോ പേ ബാക്ക് മെത്തേഡ് ഈസ് എ മെത്തേഡ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് which consider the payback period of the project, that is the time that a project take to recover the amount invested. അങ്ങനെ നമ്മൾ ഓരോ പ്രൊജക്റ്റ്, നമ്മളെ കയ്യിൽ ഡിഫറെന്റ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓരോ പ്രൊജക്റ്റിന്റെയും പേബാക്ക് ടൈം നമ്മൾ കൺസിഡർ ചെയ്യും. എന്നിട്ട് ഏത് പ്രൊജക്റ്റ് ആണോ വിച്ച് ടേക്ക് ദ ഷോർട്ടസ്റ്റ് പേബാക്ക് പീരിയഡ്, അതായത് ഏതാണോ ഏറ്റവും കുറവ് സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു തരുന്നത്, അങ്ങനത്തെ പ്രൊജക്ട് നമ്മൾ എന്ത് ചെയ്യും? ചൂസ് ചെയ്യും. അതാണ് പേബാക്ക് മെത്തേഡ്. ഓരോ പ്രൊജക്ടിന്റെയും ടൈം നോക്കിയിട്ട് ഏറ്റവും പെട്ടെന്ന് നമുക്ക് നമ്മളുടെ ഇൻവെസ്റ്റഡ് എമൗണ്ട് തിരിച്ചു തരുന്ന ഓപ്പർച്യൂണിറ്റീസ് ചൂസ് ചെയ്യുന്നതിനെയാണ് പേബാക്ക് മെത്തേഡ് എന്ന് പറയാം. ഓക്കെ, ഇനി പേബാക്ക് മെത്തേഡിനെ നമുക്ക് 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 കേസ് ഉണ്ട്. പേബാക്ക് മെത്തേഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് 2 കേസ് ഉണ്ട്. ഫസ്റ്റ് കേസ്,
ഇൻ കേസ് ഓഫ് ഈവൻ ക്യാഷ് ഫ്ലോ, ഈവൻ ക്യാഷ് ഫ്ലോസ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു പേ ബാക്ക് പീരിയഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്ര സമയത്തിന്റെ ഉള്ളിലാണ് നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യും. പേ ബാക്ക് പീരിയഡ് എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. പേ ബാക്ക് പീരിയഡിന്റെ ഇക്വേഷൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്ര രൂപയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ബൈ നമുക്ക് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് എന്താണ് കിട്ടുന്നത് അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പേ ബാക്ക് പീരിയഡ് കിട്ടും. അപ്പോൾ ഈവൻ ക്യാഷ് ഫ്ലോ ആണ്. ഇപ്പൊ നമുക്ക് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് ഓരോ വർഷവും സെയിം ക്യാഷ് ഫ്ലോ ആണ്. ഇപ്പൊ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 1 lakh rupees ആണെന്ന് വെക്കുക. ഓരോ വർഷവും നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 20,000 ആണെന്ന് വെക്കുക ക്യാഷ് ഇൻഫ്ലോ. അപ്പോൾ 1 lakh by 20,000 ആണ് പേ ബാക്ക് പീരിയഡ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോ, നമുക്ക് ഓരോ വർഷവും കിട്ടുന്ന ഇൻഫ്ലോ ക്യാഷ് കിട്ടുന്നത് സെയിം എമൗണ്ട് ആണെങ്കിൽ, ഈവൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല ഇതാണ്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ഇനി എന്താണ് ക്യാഷ് ഇൻഫ്ലോ? ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് എന്താണ്, ആ ഫേമിന് ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് ആണ് ക്യാഷ് ഇൻഫ്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ഡിഫറെന്റ് ക്യാഷ് ഇൻഫ്ലോസ് തന്നിട്ടുണ്ടാവും. നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ക്യാഷ് ഇൻഫ്ലോസ് റെഫേഴ്സ് ടു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ. നമുക്ക് ഒരു ഫേമിന്റെ പ്രോഫിറ്റ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആനുവൽ ക്യാഷ് ഫ്ലോ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്, പേ ബാക്ക് മെത്തേഡിൽ നമ്മൾ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ ആണ്. പ്രോഫിറ്റ് ടാക്സ് കുറക്കുക, ആഫ്റ്റർ ടാക്സ് എന്ന് പറയുമ്പോൾ എന്താ, പ്രോഫിറ്റിൽ നിന്നും ടാക്സ് കുറക്കുക, ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ, ഡിപ്രീസിയേഷൻ കുറക്കണ്ട, ടാക്സ് കുറക്കുക, ഡിപ്രീസിയേഷൻ കുറക്കണ്ടാത്ത പ്രോഫിറ്റ്, അതാണ് ക്യാഷ് ഇൻഫ്ലോസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. സോ ഇൻ കേസ് ഓഫ് പേ ബാക്ക് മെത്തേഡ് ക്യാഷ് ഇൻഫ്ലോ റെഫേഴ്സ് ടു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ടാക്സ് കുറച്ചിട്ടുള്ള പ്രോഫിറ്റ് ബട്ട് ബിഫോർ ഡിഡക്റ്റിംഗ് ഡിപ്രീസിയേഷൻ ആണ്. ഇനി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്ലൂഡ് ഇൻസ്റ്റോളേഷൻ എക്സ്പെൻസ്. അപ്പൊ നമ്മൾ പറഞ്ഞു പേ ബാക്ക് പീരിയഡിന്റെ ഇക്വേഷൻ ഇതാണ്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ ആണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എത്ര രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. ഇനി ഇൻസ്റ്റോളേഷൻ എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ കൂടെ ആഡ് ചെയ്യണം. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഇൻസ്റ്റോളേഷൻ എക്സ്പെൻസ് ആണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഡിപ്രിസിയേഷൻ, ഇപ്പൊ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിപ്രിസിയേഷൻ നേരിട്ട് തന്നിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞു ഡിപ്രിസിയേഷൻ നമ്മൾ ക്യാഷ് ഇൻഫ്ലോസ് പേ ബാക്ക് മെത്തേഡിന് നമ്മൾ എടുക്കുന്ന ക്യാഷ് ഫ്ലോസ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ ആണ്. ഇനിയിപ്പോ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡിപ്രീസിയേഷൻ എത്രയെന്നുള്ളത് ഡയറക്ട്ലി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ കാണാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ, എന്താണ് ഡിപ്രീസിയേഷൻ നമുക്കറിയാം അല്ലെ, എന്താണോ വാല്യൂ ഓഫ് അസറ്റ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് ഡിപ്രീസിയേഷൻ ചാർജ്. ഇവിടെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഐറ്റംസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഇൻസ്റ്റോളേഷൻ ചാർജ്. നമ്മൾ പറഞ്ഞു ഇൻസ്റ്റോളേഷൻ ചാർജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൂട്ടണം. അപ്പൊ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ കൂടെ ഇൻസ്റ്റോളേഷൻ ചാർജ് കുറക്കുക മൈനസ് സ്ക്രാപ്പ് വാല്യൂ. നമുക്ക് ഈ അസറ്റിൽ നിന്നും എന്തെങ്കിലും വാല്യൂ, അത് വിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്ക്രാപ്പ് വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അതും കുറക്കുക ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ഇതാണ് ഡിപ്രിസിയേഷൻ കാണാനുള്ള ഇക്വേഷൻ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഇൻസ്റ്റോളേഷൻ ചാർജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൈനസ് സ്ക്രാപ്പ് വാല്യൂ, അസറ്റ് വിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട സ്ക്രാപ്പ് വാല്യൂ ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര വർഷത്തിനാണോ അസറ്റ് കയ്യിൽ വെക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞു പേ ബാക്ക് മെത്തേഡ് 2 കേസസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് കേസ് ഇൻ കേസ് ഓഫ് ഈവൻ ക്യാഷ് ഫ്ലോ, അതായത് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഈവൻ ആണ്. ഓരോ വർഷവും നമുക്ക് റിസീവ് ചെയ്യുന്ന ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ 20,000 ആണെന്ന് വെക്കുക. ഓരോ വർഷവും നമുക്ക് 20,000, ഫസ്റ്റ് ഇയർ 20,000 കിട്ടി, സെക്കൻഡ് ഇയർ 20,000 കിട്ടി, തേർഡ് ഇയർ കിട്ടി. അങ്ങനെ ഓരോ വർഷവും ക്യാഷ് ഫ്ലോ സെയിം ആണ്, മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ പേ ബാക്ക് പീരിയഡ് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആണ് നമ്മൾ ചെയ്യുക. ഇനി ഇൻ കേസ് ഓഫ് അൺഈവൻ ക്യാഷ് ഇൻഫ്ലോ, അതായത് നമുക്ക് ഓരോ വർഷവും കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ, ഓരോ വർഷവും നമുക്ക് ആ പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഈവൻ അല്ല, ഓരോ വർഷവും ഡിഫറെന്റ് പ്രോഫിറ്റ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഹൗ ടു കാൽക്കുലേറ്റ് പേ ബാക്ക് പീരിയഡ്. അപ്പൊ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് പേ ബാക്ക് പീരിയഡ് കാണണം, പക്ഷെ ഓരോ വർഷമുള്ള പ്രോഫിറ്റ്, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് സെയിം എമൗണ്ട് അല്ല, ഓരോ വർഷം ഡിഫറെന്റ് എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ,
payback period is equal to nth year plus initial investment minus cumulative cash inflow up to the nth year by cash inflow for the n plus 1th year. അപ്പൊ ക്യാഷ് ഇൻഫ്ലോസ് അൺഈവൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ വേണം ഫോളോ ചെയ്യാൻ. ഓക്കെ, ഇനി എന്താണ് nth ഇയർ? nth ഇയർ ഇതാണ് ഇക്വേഷൻ. nth ഇയർ എന്താണ്? nth ഇയർ ഈസ് ദ ഇയർ ജസ്റ്റ് ബിഫോർ ദ പേ ബാക്ക് പീരിയഡ്. nth ഇയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേ ബാക്ക് പീരിയഡിന്റെ തൊട്ട് മുന്നുള്ള വർഷം. എന്താണ് പേ ബാക്ക് പീരിയഡ്? പേ ബാക്ക് പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വർഷമാണോ നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു 50,000 റുപ്പീസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വെക്കുക. ഓരോ വർഷം നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് ഡിഫറെന്റ് ആണ്. ആദ്യത്തെ വർഷം നമുക്ക് 10,000 കിട്ടി, രണ്ടാമത്തെ വർഷം 20 കിട്ടി, മൂന്നാമത്തെ വർഷം 30 കിട്ടി. അങ്ങനെ ഓരോ വർഷം ഓരോ ക്യാഷ് ഫ്ലോസ് കിട്ടും. nth ഇയർ എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 50,000 ഏത് വർഷമാണോ കിട്ടിയത് അതിന്റെ തൊട്ട് മുന്നത്തെ വർഷത്തിനാണ് നമ്മൾ nth ഇയർ എന്ന് പറയാം. nth ഇയർ ഈസ് ദ ഇയർ ജസ്റ്റ് ബിഫോർ ദ പേ ബാക്ക് പീരിയഡ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു കിട്ടിയ വർഷത്തിന്റെ തൊട്ട് മുന്നത്തെ ഇയർ ആണ് nth ഇയർ. അപ്പൊ nth ഇയർ പ്ലസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, മൈനസ് ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ അപ് ടു nth ഇയർ. nth ഇയറിൽ നമുക്ക് കിട്ടിയ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ ബൈ ക്യാഷ് ഇൻഫ്ലോ ഫോർ ദ n plus 1th ഇയർ. ഓക്കെ, ക്യാഷ് ഇൻഫ്ലോ ഫോർ ദ n plus 1th ഇയർ എന്ന് പറയുന്നത് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് നമ്മൾ പറഞ്ഞു, പേ ബാക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഏത് വർഷമാണോ നമുക്ക് കിട്ടുന്നത് അതിന്റെ തൊട്ട് മുന്നത്തെ വർഷമാണ് n. അപ്പൊ ക്യാഷ് ഇൻഫ്ലോ ഫോർ n plus 1th ഇയർ എന്ന് പറയുമ്പോൾ പേ ബാക്ക് പീരിയഡിന്റെ ക്യാഷ് ഇൻഫ്ലോനെയാണ് ക്യാഷ് ഇൻഫ്ലോ ഫോർ ദ n plus 1th ഇയർ എന്ന് പറയുന്നത്. ഏത് വർഷമാണോ നമുക്ക് പേ ബാക്ക് കിട്ടിയ ഇയർ ആ വർഷത്തിന്റെ ക്യാഷ് ഇൻഫ്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് അൺഈവൻ ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാവുന്ന സമയത്ത് പേ ബാക്ക് പീരിയഡ് കാണാനുള്ള ഇക്വേഷൻ. nth ഇയർ എന്ന് പറയുന്നത് പേ ബാക്ക് പീരിയഡിന്റെ മുന്നത്തെ വർഷം പ്ലസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ അപ് ടു ദ nth ഇയർ. എങ്ങനെയാണ് ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ എടുക്കുക എന്നുള്ളത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ അപ് ടു nth ഇയർ, അതായത് പേ ബാക്ക് പീരിയഡ് കിട്ടുന്ന അതിന്റെ മുന്നുള്ള വർഷത്തിൽ എന്ത് ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ ആണോ ഉള്ളത് ബൈ ക്യാഷ് ഇൻഫ്ലോ ഫോർ n plus 1th ഇയർ. nth ഇയർ എന്താന്ന് നമ്മൾ പറഞ്ഞു, പേ ബാക്ക് പീരിയഡിന്റെ മുന്നത്തെ ഉള്ള ഇയർ. അപ്പോൾ n plus 1th ഇയർ എന്ന് പറയുമ്പോൾ ഏത് വർഷമാണോ നമുക്ക് പേ ബാക്ക് കിട്ടുന്നത് ആ ഇയർ. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പേ ബാക്ക് പീരിയഡ് ഇൻ കേസ് ഓഫ് അൺഈവൻ ക്യാഷ് ഇൻഫ്ലോ ചെയ്യുന്നത്. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് എടുക്കുക എന്നുള്ളത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം, ഒരു എക്സാമ്പിൾ ചെയ്യാം. കാൽക്കുലേറ്റ് പേ ബാക്ക് പീരിയഡ് ഫ്രം ദ ഫോളോവിങ്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇതിൽ നമ്മളോട് പേ ബാക്ക് പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. തന്നിട്ടുള്ളത് ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ലേ 4 lakh. ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ലേ തന്നിട്ടുണ്ട്, അതായത് എത്ര രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ലേ പറയുന്നത് എന്താ, എത്ര റുപ്പീസ് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്, അത് 4 lakh. ലൈഫ് ഓഫ് ദ പ്രൊജക്ട് 7 years, 7 വർഷത്തിനാണ് ആ പ്രൊജക്ട് ലൈഫ്. ഇൻസ്റ്റോളേഷൻ ചാർജ് ഉണ്ട് 1 lakh. ഡിപ്രിസിയേഷൻ റേറ്റ് തന്നിട്ടുണ്ട് 12%. ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട് ടാക്സ് റേറ്റ് 50%. ദെൻ സ്റ്റാൻഡേർഡ് പേ ബാക്ക് പീരിയഡ് 4 years. അതായത് നോർമലി ഒരു പ്രൊജക്റ്റിന് കിട്ടേണ്ട പേ ബാക്ക്, അതായത് ഈ പ്രൊജക്ട് സാധാരണ ഈ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ട പേ ബാക്ക് എന്ന് പറയുന്നത് 4 വർഷമാണ്. അതായത് ഓരോ പ്രൊജക്റ്റിൽ സിമിലർ ആയിട്ടുള്ള പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 4 വർഷം കൊണ്ട് നമുക്ക് എന്ത് കിട്ടണം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു കിട്ടണം. അതാണ് സ്റ്റാൻഡേർഡ് പേ ബാക്ക് പീരിയഡ്. ഇനി ക്യാഷ് ഇൻഫ്ലോ ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ബിഫോർ ടാക്സ്. നമുക്ക് തന്നിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോ എന്താണ്, ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ബിഫോർ ടാക്സ്. ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുള്ള ബിഫോർ ടാക്സ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, പേ ബാക്ക് പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യണം. പേ ബാക്ക് പീരിയഡ് ഇസ് ഈക്വൽ ടു, എന്തായിരുന്നു ഇക്വേഷൻ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ്. ഓക്കെ, ഇതായിരുന്നു പേ ബാക്ക് പീരിയഡ് കാണാനുള്ള ഇക്വേഷൻ.
ഇവിടെ ഇതെന്താണ്? ഇൻ കേസ് ഓഫ് ഈക്വൽ അല്ലെങ്കിൽ ഈവൻ ക്യാഷ് ഇൻഫ്ലോസ്. ഇൻ കേസ് ഓഫ് ഈവൻ ക്യാഷ് ഇൻഫ്ലോസ്, അതായത് ഓരോ വർഷവും നമുക്ക് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോസ് ഈവൻ ആണെങ്കിലാണ് ഈ ഫോർമുല. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ നോക്കാം. ക്വസ്റ്റ്യനിൽ എന്താണ് ക്യാഷ് ഇൻഫ്ലോസിന്റെ കാര്യം പറയുന്നത്? ക്യാഷ് ഇൻഫ്ലോ ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ബട്ട് ബിഫോർ ടാക്സ് 80,000 ആണ് തന്നിട്ടുണ്ട്. അതായത് ഓരോ വർഷവും നമുക്ക് ഫസ്റ്റ് ഇയർ ഇത്ര ക്യാഷ് ഇൻഫ്ലോ, സെക്കൻഡ് ഇയർ ഇത്ര എന്നൊന്നും പറഞ്ഞ് തന്നിട്ടില്ല. മൊത്തത്തിലൊരു ക്യാഷ് ഇൻഫ്ലോ ആണ് നമുക്ക് തന്നിട്ടുള്ളത് 80,000. അപ്പൊ നമുക്ക് ആകെ ഒരു ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുള്ളൂ. അതിന്റെ അർത്ഥം അത് ഈവൻ ആണ്, കാരണം നമുക്ക് ഡിഫറെന്റ് ക്യാഷ് ഫ്ലോസ് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഒറ്റ ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ആണ് ഫോളോ ചെയ്യേണ്ടത്. പേബാക്ക് പീരിയഡ് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ്. ഇനി ആദ്യം നമുക്ക് എന്ത് കിട്ടണം? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് കിട്ടണം. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ലേ 4 lakh എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഈക്വൽ ടു 4 lakh പ്ലസ്, പിന്നെ നമ്മൾ പറഞ്ഞു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ഇൻസ്റ്റോളേഷൻ ചാർജും കൂടി കൺസിഡർ ചെയ്യണം. ഇൻസ്റ്റോളേഷൻ ചാർജ് ഇവിടെ തന്നിട്ടുണ്ട് 1 lakh. അപ്പൊ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് 1 lakh ആണ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഈക്വൽ ടു 5 lakh. നമ്മൾ പറഞ്ഞു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത് പ്ലസ് ഇൻസ്റ്റോളേഷൻ ചാർജും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കിട്ടി. ഇനി ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് കിട്ടണം അല്ലെ? ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് കിട്ടണം. നമ്മൾ പറഞ്ഞു പേബാക്ക് പീരിയഡിന് ക്യാഷ് ഇൻഫ്ലോസ് ഇസ് ഈക്വൽ ടു ഇൻഫ്ലോ ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രിസിയേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പേബാക്ക് പീരിയഡ് മെത്തേഡ് കാണാൻ വേണ്ടിയിട്ട് ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ടാക്സ് കുറച്ചിട്ടുള്ള, ആഫ്റ്റർ ടാക്സ് കുറച്ചിട്ടുള്ള പ്രോഫിറ്റ് ബട്ട് ബിഫോർ ഡിപ്രിസിയേഷൻ, അതായത് ഡിപ്രിസിയേഷൻ കുറക്കാനും പാടില്ല. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? ക്യാഷ് ഇൻഫ്ലോസ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ആണ് തന്നിട്ടുള്ളത് ബട്ട് ബിഫോർ ടാക്സ്, അതായത് ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുണ്ട് പക്ഷെ ടാക്സ് കുറച്ചിട്ടില്ല. അങ്ങനത്തെ പ്രോഫിറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ക്യാഷ് ഇൻഫ്ലോ ആഫ്റ്റർ ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുണ്ട് പക്ഷെ ടാക്സ് കുറച്ചിട്ടില്ല. പക്ഷെ നമുക്ക് എന്താണ് ആക്ച്വലി വേണ്ടത്? ടാക്സ് കുറക്കണം, ഡിപ്രിസിയേഷൻ കുറക്കണ്ട അല്ലെ? ക്യാഷ് ഇൻഫ്ലോ ഇസ് ഈക്വൽ ടു ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രിസിയേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ തന്നിട്ടുണ്ട് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കുറക്കുന്നതിന്റെ പ്രോഫിറ്റ് ആണ് തന്നിട്ടുള്ളത് 80,000. പക്ഷെ 80,000 എന്താണ്? ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്നും എപ്പോഴും നമ്മൾ പേബാക്ക് പീരിയഡ് കാണാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റിൽ നിന്നും ടാക്സ് കുറക്കുക. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. എന്നിട്ട് നമ്മൾ ഡിപ്രിസിയേഷൻ എന്തെങ്കിലും കുറച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലോട്ട് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് പ്രോഫിറ്റ് മൊത്തം ഒരു ഫേമിന്റെ ടാക്സ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡിപ്രിസിയേഷൻ ഒക്കെ കുറച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുക? പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതുകൊണ്ട് ടാക്സ് കുറക്കുന്നതിന്റെ മുന്നേ നമുക്ക് ഡിപ്രിസിയേഷൻ ആഡ് ചെയ്യാൻ പറ്റില്ല. എന്താണോ പ്രോഫിറ്റ് തന്നിട്ടുള്ളത് അതിൽ നിന്നും ആദ്യം ടാക്സ് കുറക്കുക, എന്നിട്ട് നമ്മൾ കുറച്ചിട്ടുള്ള ഡിപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുക ഫോർ ദ പർപ്പസ് ഓഫ് കാൽക്കുലേറ്റിംഗ് പേ ബാക്ക് മെത്തേഡ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 80,000 ആണ് തന്നിട്ടുള്ളത്. ഇതിൽ നിന്നും ലെസ് ടാക്സ് കുറക്കുക. ടാക്സ് റേറ്റ് 50% ആണ് തന്നിട്ടുണ്ട്. അപ്പൊ എത്രയാണ്? 80,000ന്റെ 50%, 40,000 ഡിപ്രിസിയേഷൻ കുറക്കുക. അപ്പൊ നമുക്ക് കിട്ടും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, അതായത് ടാക്സ് കുറച്ചിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടും. 80,000 എന്നുള്ളത് പ്രോഫിറ്റ് കുറക്കുന്നതിന്റെ മുന്നുള്ള ടാക്സ് കുറക്കുന്നതിന്റെ മുന്നുള്ള പ്രോഫിറ്റ് ആയിരുന്നു. നമ്മൾ ടാക്സ് റേറ്റ് കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടി. ഇനി നമ്മൾ പറഞ്ഞു പേ ബാക്ക് പീരിയഡിന് വേണ്ടിയിട്ട് ക്യാഷ് ഇൻഫ്ലോ ഫോർ പേ ബാക്ക് മെത്തേഡ്. പേ ബാക്ക് മെത്തേഡിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ക്യാഷ് ഇൻഫ്ലോ ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രിസിയേഷൻ ആണ്.
ഓക്കെ. ആഫ്റ്റർ ടാക്സ് കുറക്കണം, പക്ഷെ ഡിപ്രിസിയേഷൻ കുറക്കാൻ പാടില്ല. പക്ഷെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ക്യാഷ് ഇൻഫ്ലോ ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ബിഫോർ ടാക്സ് ആണ്. 80,000 എന്നുള്ളത് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡിപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണം. നമുക്ക് ഡിപ്രിസിയേഷൻ കുറക്കാൻ പാടില്ല പേ ബാക്ക് പീരിയഡ് മെത്തേഡ് കാണാൻ. അപ്പൊ ഓൾറെഡി ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കുറച്ച് എമൗണ്ട് കൂട്ടി കൊടുക്കണം. സോ ആഡ് ഡിപ്രിസിയേഷൻ, കുറച്ച് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യാണ്. അപ്പൊ ഡിപ്രിസിയേഷൻ എത്ര ആഡ് ചെയ്യണം എന്ന് നോക്കണം. ഡിപ്രിസിയേഷൻ എമൗണ്ട് നമുക്ക് ഡയറക്ട്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. നമുക്ക് ഡിപ്രിസിയേഷൻ റേറ്റ് തന്നിട്ടുണ്ട് 12%. അപ്പൊ ഡിപ്രിസിയേഷൻ നമുക്ക് കാണാം. ഡിപ്രിസിയേഷൻ എങ്ങനെ കാണാം? ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ എന്താ? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? 5 lakh ആണ് അല്ലെ. അപ്പൊ 5 lakh ഇൻറ്റു ഡിപ്രിസിയേഷൻ പെർസെൻറ്റേജ് കാണാം, 12% ആണ് ഡിപ്രിസിയേഷൻ. 5 lakh ഇൻറ്റു 12%. അപ്പോൾ 60,000 കിട്ടും. ഓക്കെ. അപ്പൊ ഈ 60,000 നമ്മൾ എന്ത് ചെയ്യാണ്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലോട്ട് ആഡ് ബാക്ക് ചെയ്യാണ്. ബിക്കോസ് നമുക്ക് ഡിപ്രിസിയേഷൻ കുറക്കണ്ടാത്ത പ്രോഫിറ്റ് ആണ് പേ ബാക്ക് പീരിയഡ് മെത്തേഡ് കാണാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലോട്ട് ഡിപ്രിസിയേഷൻ ആഡ് ചെയ്യാം. ഓക്കെ. ആഫ്റ്റർ ടാക്സിലോട്ട് ഡിപ്രിസിയേഷൻ ആഡ് ചെയ്യുക 60,000. അപ്പൊ നമുക്ക് കിട്ടും പ്രോഫിറ്റ് ബിഫോർ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രിസിയേഷൻ എത്രയാണ്? 4 lakh പ്ലസ് 6 lakh എത്രയാണ്? 1 lakh അല്ലെ. 60,000 പ്ലസ് 4 lakh. അപ്പൊ നമുക്ക് കിട്ടി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രിസിയേഷൻ. അപ്പൊ പേ ബാക്ക് മെത്തേഡ് കാണാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, തന്നിട്ടുള്ള പ്രോഫിറ്റിൽ നിന്നും ടാക്സ് കുറക്കുക, പിന്നെ ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യുക. ബിക്കോസ് നമുക്ക് ഡിപ്രിസിയേഷൻ കുറക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എങ്ങനെയാണ് പേ ബാക്ക് മെത്തേഡിന്റെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് കാണുന്നത്? ആനുവൽ ക്യാഷ് ഫ്ലോസ് ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ടാക്സ് ബട്ട് ബിഫോർ ഡിഡക്റ്റിംഗ് ഡിപ്രിസിയേഷൻ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? തന്നിട്ടുള്ള പ്രോഫിറ്റ് നിന്ന് ടാക്സ് കുറക്കുക, എന്നിട്ട് പിന്നീട് കുറച്ചിട്ടുള്ള ഡിപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമുക്ക് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസും നമുക്ക് കിട്ടി. ഓക്കെ. ഇനി നമുക്ക് പേ ബാക്ക് പീരിയഡ് കാണണം. പേ ബാക്ക് പീരിയഡ് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് അല്ലേ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് 5 lakh കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 5 lakh ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് എത്രയാണ്? 1 lakh എന്ന് നമുക്ക് കിട്ടി അല്ലെ. 1 lakh. 5 lakh ബൈ 1 lakh is equal to 5 years. ഇതാണ് പേ ബാക്ക് പീരിയഡ്. ദാറ്റ് മീൻസ് ദ project take 5 years to pay back the amount invested. അപ്പൊ നമ്മൾ ഈ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 years എടുക്കും ഈ പ്രൊജക്റ്റിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചിട്ടാൻ. അപ്പൊ നമ്മൾ ഡിഫറെന്റ് പ്രൊജക്ട് ഓൾട്ടർനേറ്റീവ്സ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നിന്റെ എന്ത് ചെയ്യും? പേ ബാക്ക് പീരിയഡ് മെത്തേഡ് കാണും. എന്നിട്ട് ഏത് പ്രൊജക്റ്റ് ആണോ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് പേ ബാക്ക് തരുന്നത് ആ പ്രൊജക്ട് നമ്മൾ ചൂസ് ചെയ്യും. അപ്പൊ ഈ പ്രൊജക്ടിന്റെ പേ ബാക്ക് പീരിയഡ് എന്ന് പറയുന്നത് 5 years ആണ്. പേ ബാക്ക് മെത്തേഡ് നമ്മൾ കാണുന്നത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഇൻസ്റ്റോളേഷൻ ചാർജ് ആണ്. ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രിസിയേഷൻ. അപ്പൊ പ്രോഫിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ടാക്സ് കുറക്കുക, ആഡ് ഡിപ്രിസിയേഷൻ. അങ്ങനെയാണ് നമ്മൾ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് കാണുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ചെയ്ത പേ ബാക്ക് മെത്തേഡ് ഈവൻ ക്യാഷ് ഫ്ലോസിന്റെ കേസാണ്. അതായത് ഒറ്റൊരു ക്യാഷ് ഇൻഫ്ലോ നമുക്ക് തന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഈ പേ ബാക്ക് മെത്തേഡിന്റെ ഇക്വേഷൻ ചെയ്യുന്നത്. ഇനി ഇൻ കേസ് ഓഫ് അൺഈവൻ ക്യാഷ് ഇൻഫ്ലോ, നമുക്ക് ക്വസ്റ്റ്യനിൽ അൺഈവൻ ക്യാഷ് ഇൻഫ്ലോ ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ ഹൗ ടു കാൽക്കുലേറ്റ് പേ ബാക്ക് പീരിയഡ് എങ്ങനെയാണ് നോക്കാം. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട് 6 lakh. ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അതിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 6 lakh ആണ്. യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ മെഷീൻ 5 years. മെഷീന്റെ ഇയേഴ്സ് 5 വർഷത്തിനാണ് ആ മെഷീന് മേടിക്കുന്നത്. ടാക്സ് റേറ്റ് 50%. മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ സ്ട്രെയിറ്റ് ലൈൻ.
ഏർണിങ്സ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ്. ഡിപ്രിസിയേഷനും ടാക്സും കുറക്കുന്നതിന്റെ മുന്നുള്ള പ്രോഫിറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, കാൽക്കുലേറ്റ് പേ ബാക്ക് പീരിയഡ്. കാൽക്കുലേറ്റ് പേ ബാക്ക് പീരിയഡ്. നമ്മളോട് പേ ബാക്ക് പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് പേ ബാക്ക് പീരിയഡ് കാണാൻ നമുക്ക് വേണ്ടത്? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ അല്ലേ. ഇവിടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്ര ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 6 lakh അല്ലെ, 6 lakh ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് നോക്കണം. എന്താണത്? ഏർണിങ്സ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ്. ഇതാണ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ്. ഇത് എത്രയാന്ന് നോക്കാം. ഏർണിങ്സ് ബിഫോർ ഡിപ്രിസിയേഷൻ ടാക്സ് 3 lakh, 4 lakh, 3,50,000, 3 lakh and 4,50,000 റെസ്പെക്റ്റീവ്ലി. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കുറെ എമൗണ്ട് തന്നിട്ടുണ്ട്. അതായത് ഓരോ വർഷം 5 വർഷമാണ് ഫേമിന്റെ യൂസ്ഫുൾ ലൈഫ്. അപ്പോൾ 5 വർഷത്തിനും ഓരോരോ എമൗണ്ട് ആണ് തന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ദർ ഈസ് അൺഈവൻ ക്യാഷ് ഇൻഫ്ലോസ് എവറി ഇയർ. ഓരോ വർഷവും കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോസ് എന്താണ്? അൺഈവൻ ആണ്. അപ്പോൾ അൺഈവൻ ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് പേ ബാക്ക് പീരിയഡ് മെത്തേഡ് കാണാൻ നോക്കാം. അപ്പോൾ അൺഈവൻ ക്യാഷ് ഇൻഫ്ലോസ് ഉള്ള സമയത്ത് പേ ബാക്ക് പീരിയഡ് കാണാനുള്ള ഇക്വേഷൻ ഇതായിരുന്നു. ഇൻ കേസ് ഓഫ് uneven cash inflows, okay, payback period is equal to എന്തായിരുന്നു? nth year plus അതായിരുന്നു ഇക്വേഷൻ. Okay, nth year plus initial investment minus cumulative cash inflow up to nth year by cash flows for n plus 1th year. ഇതായിരുന്നു ഇക്വേഷൻ. ഇനി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്താന്ന് നമുക്കറിയാം. nth year എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു nth year എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വർഷമാണോ നമുക്ക് പേ ബാക്ക് കിട്ടുന്നത് അതിന്റെ മുന്നുള്ള വർഷമാണെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 5 വർഷത്തിന് ഉള്ള ഡീറ്റെയിൽസ്, 5 വർഷത്തിന്റെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ വർഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കോളംസ് വരച്ചിട്ടുണ്ട്. ഇയർ 1, 2, 3, 4, 5 ഇങ്ങനെ 5 വർഷത്തിന് നമ്മൾ എന്ത് ചെയ്യാം? കോളം വരക്കാം. ഇനി ഓരോ വർഷത്തിന്റെയും നമുക്ക് എന്ത് ചെയ്യാം? ഏർണിങ്സ് കാണാം. ഫസ്റ്റ് ഇയറിന്റെ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? ഏർണിങ്സ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ് ആണ് കേട്ടോ. ഏർണിങ്സ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ്. ടാക്സും ഡിപ്രിസിയേഷനും കുറക്കുന്നതിന്റെ മുന്നുള്ള ഏർണിങ്സ് തന്നിട്ടുണ്ട്. ഇയർ 1 3 lakh ആണ്. ഇയർ 2 4 lakh ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എമൗണ്ട് ആണ്. ഇയർ 3 3,50,000. ഇയർ 4 3 lakh. ഇയർ 5 4,50,000. ഓരോ വർഷത്തെയും ഏർണിങ്സ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം ക്യാഷ് ഇൻഫ്ലോസ്. ഓക്കെ, ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് പേ ബാക്ക് മെത്തേഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് ഇൻഫ്ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ആഫ്റ്റർ ടാക്സും ബിഫോർ ഡിപ്രിസിയേഷൻ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എന്താ? ഏർണിങ്സ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ്. അതായത് ഇവിടെ തന്നിട്ടുള്ളത് ഡിപ്രിസിയേഷൻ കുറക്കുന്നതിന്റെ മുന്നുള്ള ഏർണിങ്സ് ആണ്, ടാക്സ് കുറക്കുന്നതിന്റെ മുന്നുള്ള ഏർണിങ്സ് ആണ്. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് കുറക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ കുറക്കണം. ഒരു ഫേമിന്റെ ടാക്സ് എപ്പോഴും കുറക്കുന്നതിന്റെ മുന്നേ നമ്മൾ ഡിപ്രിസിയേഷനും കൂടിയും കുറച്ചിട്ടുള്ള പ്രോഫിറ്റ് എന്നാണ് നമ്മൾ ടാക്സ് കുറക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റിൽ നിന്നും ഡിപ്രിസിയേഷൻ കുറക്കാത്ത കാരണം നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് കാണാൻ വേണ്ടിയിട്ട് ഡിപ്രിസിയേഷൻ കുറക്കണം. അപ്പൊ ലെസ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ എങ്ങനെയാണ് കാണേണ്ടത് നോക്കാം. ഡിപ്രിസിയേഷൻ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ബൈ, ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സ്ട്രെയിറ്റ് ലൈനിലാണ് നമ്മൾ ഡിപ്രിസിയേഷൻ കാണുന്നത് എന്നുള്ളത്. അപ്പൊ ഡിപ്രിസിയേഷൻ ഇസ് ഈക്വൽ ടു ഡിപ്രിസിയേഷൻ എങ്ങനെ നമ്മൾ കാണാം? എന്താണോ അസറ്റിന്റെ വാല്യൂ. ഇവിടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 6 ലക്ഷത്തിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. ഇവിടെ നമുക്ക് റേറ്റ് ഒന്നും തരാത്തത് കാരണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സ്ട്രെയിറ്റ് ലൈനിലാണ് ഡിപ്രിസിയേഷൻ ഫോളോ ചെയ്യുന്നത്. അതായത്
ഇൻവെസ്റ്റ്മെന്റ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ഇവിടെ 5 വർഷമാണ് ഫേമിന്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 6 lakh ബൈ 5 ആണ് ഡിപ്രസിയേഷൻ. അതായത് ഓരോ വർഷവും 5 വർഷത്തിന് ഈക്വൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡിപ്രസിയേഷൻ ഡിവൈഡ് ചെയ്തു. 6 ലക്ഷം 5 വർഷത്തിനാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പൊ 6 ലക്ഷം ബൈ 5 ഓരോ വർഷത്തിനും നമ്മൾ ഡിപ്രസിയേഷൻ 6 lakh ബൈ 5 ചാർജ് ചെയ്യാം. 6 lakh ബൈ 5 1,20,000 കിട്ടും. ഇതാണ് ഡിപ്രസിയേഷൻ. ഓരോ വർഷത്തിന്റെ ഡിപ്രസിയേഷൻ 1,20,000 ആണ്. 5 വർഷമായിരുന്നു ഫേമിന്റെ യൂസ്ഫുൾ ലൈഫ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 5 വർഷത്തിനും ഈക്വൽ ആയിട്ട് ഈ അസറ്റിന്റെ വാല്യൂ ഡിപ്രസിയേഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തു. റേറ്റ് തരാത്തോണ്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സ്ട്രെയിറ്റ് ലൈനിലാണ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അസറ്റിന്റെ വാല്യൂ ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് ഡിപ്രസിയേഷൻ. അപ്പൊ ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്തു, 1,20,000 കുറച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. പ്രോഫിറ്റിൽ നിന്നും ഡിപ്രസിയേഷൻ കുറച്ചപ്പോൾ ടാക്സ് കുറക്കുന്നതിന്റെ മുന്നുള്ള പ്രോഫിറ്റ് കിട്ടി. അപ്പൊ 3 lakh minus 1,20,000 1,80,000. 4 lakh minus 1,20,000 2,80,000. 3,50,000 minus 1,20,000 2,30,000. 3 lakh minus 1,20,000 1,80,000. 4,50,000 minus 1,20,000 3,30,000. ഓക്കെ, ഇത്രയാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടി അല്ലെ. അതായത് ടാക്സ് കുറക്കുന്നതിന്റെ മുന്നുള്ള പ്രോഫിറ്റ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ ലെസ് ടാക്സ്. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഓരോന്നും ടാക്സ് കുറക്കുക. ടാക്സ് റേറ്റ് 50% ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഓരോന്നിന്റെ 50% വെച്ച് കുറക്കുക. ഓക്കെ, 1,80,000 50% 90,000. ഓരോന്നിന്റെ 50% ഡിപ്രസിയേഷൻ കുറക്കുക. 1,40,000 1,15,000 90,000 1,65,000. ഓരോന്നിന്റെ 50% വെച്ച് നമ്മൾ ഡിപ്രസിയേഷൻ കുറച്ചു. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ടാക്സ് കുറച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റ്. അപ്പൊ 1,80,000 minus 90,000 ഒക്കെ നമുക്ക് എന്താ ഈ സെയിം എമൗണ്ട് തന്നെ കിട്ടും. 1,40,000 1,15,000 90,000 1,65,000. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടി. ഇനി നമ്മൾ പറഞ്ഞു പേ ബാക്ക് പീരീഡിന് നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ബിഫോർ ഡിപ്രസിയേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ടാക്സ് കുറച്ചിട്ടുള്ള പ്രോഫിറ്റ് ബട്ട് ബിഫോർ ഡിപ്രസിയേഷൻ. അപ്പൊ ടാക്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഡിപ്രസിയേഷൻ കുറച്ചു തന്നിട്ടുള്ള പ്രോഫിറ്റ് എന്ന്. എപ്പോഴും ഡിപ്രസിയേഷൻ ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് ടാക്സ് കുറക്കുന്നതിന്റെ മുന്നേ ഡിപ്രസിയേഷൻ ആക്ച്വലി എന്ത് ചെയ്യണം, പ്രോഫിറ്റിൽ നിന്നും കുറക്കണം. ബാക്കിയുള്ള എമൗണ്ടിന് നമ്മൾ ടാക്സ് കൊടുത്താൽ മതി. അപ്പൊ ടാക്സ് കാണാൻ വേണ്ടി ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, ഡിപ്രസിയേഷൻ കുറച്ചു. എന്നിട്ട് പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്നും ടാക്സ് കുറച്ചപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പേ ബാക്ക് മെത്തേഡിന് നമുക്ക് ഡിപ്രസിയേഷൻ ഇല്ലാത്ത പ്രോഫിറ്റ് ആണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഡിപ്രസിയേഷൻ നമ്മൾ എന്ത് ചെയ്യാം, ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലോട്ട് ആഡ് ബാക്ക് ചെയ്യാം. ആഡ് ഡിപ്രസിയേഷൻ. എത്രയാണോ ഡിപ്രസിയേഷൻ കുറച്ചത് അത് ഈ ടാക്സ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആഡ് ബാക്ക് ചെയ്യാം. ഡിപ്രസിയേഷൻ ആദ്യത്തെ കേസിൽ ഡിപ്രസിയേഷൻ ഓരോ കേസിലും നമ്മൾ എത്ര 1,20,000 അല്ലേ കുറച്ച്. അപ്പൊ അത് ആഡ് ബാക്ക് ചെയ്യാം. 1,20,000 ഓരോ കേസിലും 1,20,000 കുറച്ചിട്ടുണ്ട്. അപ്പൊ തിരിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ആ പ്രോഫിറ്റില് കുറക്കാത്ത പ്രോഫിറ്റ് ആണ് നമുക്ക് പേ ബാക്ക് മെത്തേഡ് കാണാൻ വേണ്ടത്. അപ്പൊ ഡിപ്രസിയേഷൻ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രസിയേഷൻ കിട്ടും. ഇതാണ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് കാണാനുള്ള ഫോർമാറ്റ്. എപ്പോഴും ഡിപ്രസിയേഷൻ കുറക്കാത്ത പ്രോഫിറ്റ് ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആദ്യം ഡിപ്രസിയേഷൻ കുറക്കുക, എന്നിട്ട് ടാക്സ് ഓർക്കുക, അതിലോട്ട് ഡിപ്രസിയേഷൻ ആഡ് ബാക്ക് ചെയ്യാം. ഇതാണ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് പേ ബാക്ക് മെത്തേഡ് കാണാനുള്ള ഫോർമാറ്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ക്യാഷ് ഇൻഫ്ലോ കിട്ടും. ഓക്കെ, ഇതാണ് ക്യാഷ് ഇൻഫ്ലോ. ഇതാണ് നമ്മളുടെ ക്യാഷ് ഇൻഫ്ലോ. അപ്പൊ ഓരോ കേസിലും എത്ര കിട്ടാം, 2,10,000 2,60,000 2,35,000 2,10,000
2,85,000. ഓക്കെ, ഇങ്ങനെ ഓരോന്നിന്റെയും ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് കിട്ടി. ഓക്കെ, ഓരോന്നിന്റെ ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് കിട്ടി. നമ്മള് അൺഈവൻ ക്യാഷ് ഫ്ലോസിൽ നമ്മൾ പേ ബാക്ക് പീരീഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് കിട്ടിയതിന് ശേഷം നമുക്ക് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് കിട്ടണം, അതിനുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് നമ്മൾ ഇവിടെ ചെയ്തത്. ടാക്സ് കുറക്കാനുള്ള കുറച്ചു ഡിപ്രിസിയേഷൻ കൂട്ടി, അങ്ങനെ നമുക്ക് ക്യാഷ് ഇൻഫ്ലോസ് കിട്ടി. ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് ഡയറക്ട്ലി ഇപ്പൊ തരികയാണ്, ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രിസിയേഷൻ തരികയാണെങ്കിൽ നമുക്ക് ഡയറക്ട്ലി അത് എടുത്താൽ മതി. അതൊന്നും തരാത്തോണ്ടാണ് നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നടത്തിയത്. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തി നമുക്ക് ക്യാഷ് ഇൻഫ്ലോ കിട്ടി. ഇനി പേ ബാക്ക് പീരീഡ് കാണാൻ വേണ്ടിയിട്ട്, അൺഈവൻ ക്യാഷ് ഫ്ലോസിന്റെ കേസിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു കോളം കൂടി കാണണം, ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ. ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ, ഓക്കെ, അതായത് ഓരോ വർഷവും കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോസ്. ഇപ്പൊ ഫസ്റ്റ് ഇയർ നോക്കാം. ഫസ്റ്റ് ഇയർത്തെ ക്യാഷ് ഇൻഫ്ലോസ് എന്താ? 2,10,000. രണ്ടാമത്തെ വർഷമാകുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? 2,10,000ഉം പിന്നെ അടുത്ത വർഷത്തെ ആഡ് ചെയ്തിട്ട് രണ്ടാമത്തെ വർഷം എന്ത് കിട്ടി? ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത് ഓരോ വർഷം എത്ര ആഡ് ചെയ്യപ്പെട്ടു അതിനാണ് ക്യുമുലേറ്റീവ് എന്ന് പറയാം. ആദ്യത്തെ വർഷം നമുക്ക് 2,10,000 കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ വർഷം എന്താണ്? ആദ്യത്തെ വർഷത്തെ 2,10,000ഉം കിട്ടിയിട്ടുണ്ട്, രണ്ടാമത്തെ വർഷത്തെ 2,60,000ഉം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത് ഓരോ വർഷത്തെയും ആഡ് ചെയ്യാം. അപ്പൊ രണ്ടാമത്തെ വർഷത്തെ എന്ന് പറയുന്നത് 2,10,000 പ്ലസ് 2,60,000 ആണ്. ഓക്കെ, എത്ര? 4,70,000. ഇനി മൂന്നാമത്തെ വർഷം എന്താണ്? 4,70,000 പ്ലസ് 2,35,000. ആ വർഷത്തെ 2,35,000ഉം കഴിഞ്ഞ വർഷത്തെ 4,70,000ഉം, അപ്പൊ 7,05,000 കിട്ടും. ഓക്കെ, ഇനി ഇയർ 4. ഇയർ ഫോറിന്റെ 2,10,000, ഇയർ 4 കിട്ടിയ 2,10,000 പ്ലസ് പ്രീവിയസ് ഇയറിലുള്ള 7,05,000, അപ്പൊ 9,15,000 ആണ് ഈ വർഷത്തെ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ. അതായത് ഈ വർഷത്തെ 2,10,000 പ്ലസ് കഴിഞ്ഞ വർഷത്തെ 7,05,000. ഓക്കെ, ഈ വർഷം എന്താവും? കഴിഞ്ഞ വർഷത്തെ 9,15,000 പ്ലസ് ഈ വർഷം കിട്ടിയ 2,85,000. അതായത് 12 lakh. ഈ വർഷത്തെ ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ 12 lakh ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ കാണാം. നമ്മൾ അൺഈവൻ ക്യാഷ് ഫ്ലോസിന്റെ കേസിൽ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് കാണണം, എന്നിട്ട് ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ ഓരോ വർഷം ആഡ് ചെയ്ത് ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോയും കൂടി കാണണം. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷനിലോട്ട് പോവാം. അൺഈവൻ ക്യാഷ് ഇൻഫ്ലോസിന്റെ കേസിൽ പേ ബാക്ക് പീരീഡിന്റെ ഇക്വേഷൻ ഇതാണ്. nth ഇയർ പ്ലസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ അപ് ടു nth ഇയർ. ഇതാണ് ഇക്വേഷൻ. nth ഇയർ എന്താണ്? ഇയർ preceding the year in which the payback happens. ഏത് വർഷമാണോ നമുക്ക് പേ ബാക്ക് കിട്ടുന്നത് അതിന്റെ തൊട്ട് മുന്നത്തെ വർഷത്തിനെയാണ് നമ്മൾ nth ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നമ്മളെ ടേബിളിലോട്ട് നോക്കാം. എത്രയായിരുന്നു നമ്മളുടെ ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ്? ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ് 6 lakh ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് ഇയറിലാണ് നമുക്ക് 6 lakh നമ്മൾ അച്ചീവ് ചെയ്തത് നോക്കാം. ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോസ് വേണം നമ്മൾ നോക്കാന്. ക്യുമുലേറ്റീവ് ഓരോന്നിന്റെ ഇതാണ് ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോസ്. ഹൈലൈറ്റ് ചെയ്യാം. ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോസ് നോക്കാം. ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോസ് അതൊന്ന് ഹൈലൈറ്റ് ചെയ്യട്ടെ.
ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോസ്, നമ്മളെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്തായിരുന്നു? 6 lakh ആയിരുന്നു. ഓക്കെ, 6 lakh ആയിരുന്നു നമ്മളുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ നമ്മൾ ഈ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോയിൽ നോക്കാം, ഏത് വർഷമാണ് നമ്മൾ ഈ 6 lakh ആയിട്ടുള്ള ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് റിക്കവർ ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യത്തെ വർഷത്തെ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ 2,10,000 ആണ്, രണ്ടാമത്തെ 4,70,000 ആണ്. ഇപ്പോഴൊന്നും നമ്മൾ 6 lakh അച്ചീവ് ചെയ്തില്ലല്ലോ. മൂന്നാമത്തെ വർഷമായപ്പോ നമുക്ക് എന്ത് കിട്ടി? 7,05,000 റുപ്പീസ് കിട്ടി. അപ്പൊ മൂന്നാമത്തെ വർഷമായപ്പോ നമുക്ക് എന്ത് ചെയ്തു? 6 ലക്ഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തിരിച്ചു കിട്ടി. അപ്പൊ തേർഡ് ഇയറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പേ ബാക്ക് അച്ചീവ് ചെയ്യുന്നത്. അതിന്റെ തൊട്ട് മുന്നത്തെ വർഷമാണ് nth ഇയർ. nth ഇയർ റെഫേഴ്സ് ടു ഇയർ ബിഫോർ ദ ഇയർ ഇൻ വിച്ച് പേ ബാക്ക് ഒക്കേഴ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ ഹിയർ പേ ബാക്ക് ഒക്കേഴ്സ് അറ്റ് തേർഡ് ഇയർ. തേർഡ് ഇയറിലാണ് പേ ബാക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, തേർഡ് ഇയറിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പേ ബാക്ക് കിട്ടുന്നുണ്ട്, 6 lakh തിരിച്ചു കിട്ടുന്നുണ്ട്. സോ nth ഇയർ ഈസ് ദ ഇയർ പ്രിസീഡിങ് തേർഡ് ഇയർ, ദാറ്റ് ഈസ് സെക്കൻഡ് ഇയർ. ഏത് വർഷമാണോ പേ ബാക്ക് കിട്ടുന്നത് അതിന്റെ തൊട്ട് മുന്നത്തെ വർഷമാണ് n എന്ന് പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ വർഷമാണ് ഇവിടെ പേ ബാക്ക് ഹാപ്പൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ തൊട്ട് മുന്നത്തെ വർഷം തേർഡ് ഇയർ ആണ്, സെക്കൻഡ് ഇയർ ആണ് n ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 6 lakh ആണ്, നമുക്കറിയാം. ഇനി മൈനസ് ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ അപ് ടു nth ഇയർ. ഓക്കെ, ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ അപ് ടു nth ഇയർ, അതായത് nth ഇയർ വരെ. nth ഇയർ എന്ന് പറയുന്നത് എന്താണ്? nth ഇയർ എന്ന് പറയുന്നത് സെക്കൻഡ് ഇയർ ആണ് അല്ലെ. nth ഇയർ എന്ന് പറയുന്നത് ഏത് വർഷമാണോ പേ ബാക്ക് ഉണ്ടാവുന്നത് അതിന്റെ തൊട്ട് മുന്നത്തെ വർഷമാണ്. അപ്പൊ nth ഇയർ വരെ നമുക്ക് എന്താണോ കിട്ടിയ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ, അപ്പൊ ഇവിടെ nth ഇയർ സെക്കൻഡ് ഇയർ ആണ്. സെക്കൻഡ് ഇയറിൽ എത്രയാണോ നമുക്ക് കിട്ടിയ ക്യാഷ് ഇൻഫ്ലോ അതാണ് ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ അപ് ടു nth ഇയർ. അപ്പൊ ഇവിടെ nth ഇയർ ആയിട്ടുള്ള സെക്കൻഡ് ഇയറിൽ എത്രയാണ് നമുക്ക് എമൗണ്ട് കിട്ടിയത്? 4,70,000 ആണ് ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ. ഓക്കെ, അപ്പോ cumulative cash inflow at nth year, second year is 4,70,000. രണ്ടാമത്തെ വർഷത്തെ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ എടുക്കുക, 4,70,000. അതും കിട്ടി. ഇനി അടുത്ത ഐറ്റം ക്യാഷ് ഇൻഫ്ലോ ഫോർ ദ n+1th ഇയർ. ഓക്കെ, ക്യാഷ് ഇൻഫ്ലോ ഫോർ n+1th ഇയർ, അതായത് ഏത് വർഷമാണ്? n എന്ന് പറയുന്നത് രണ്ടാമത്തെ വർഷം. അപ്പൊ രണ്ടാമത്തെ വർഷത്തെ n+1 എന്ന് പറയുന്നത് രണ്ടാമത്തെ വർഷത്തിന്റെ അപ്പുറത്തെ വർഷം, അതായത് തേർഡ് ഇയർ. ഏത് വർഷമാണോ പേ ബാക്ക് ഉണ്ടാവുന്നത് അതിനെയാണ് n+1th ഇയർ എന്ന് പറയുന്നത്. ഇങ്ങനെ ആലോചിച്ചാൽ മതി, n+1th ഇയർ എന്ന് പറയുന്നത് ഏത് വർഷമാണോ പേ ബാക്ക് ഒക്കർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മൂന്നാമത്തെ വർഷത്തിലാണ് പേ ബാക്ക് ഉണ്ടാവുന്നത്. സോ ക്യാഷ് ഇൻഫ്ലോ ഫോർ n+1th ഇയർ, ദാറ്റ് ഈസ് തേർഡ് ഇയർ. n is 2 ആണ്, അപ്പൊ 2+1 എന്ന് പറഞ്ഞാൽ തേർഡ് ഇയർ. ഓക്കെ, n എന്ന് പറഞ്ഞാൽ എന്താ? ഏത് വർഷമാണോ പേ ബാക്ക് ഉണ്ടാവുന്നത് അതിന്റെ തൊട്ട് മുന്നത്തെ വർഷം. അപ്പൊ n+1th ഇയർ എന്ന് പറയുമ്പോൾ 2+1th ഇയർ തേർഡ് ഇയർ. ക്യാഷ് ഇൻഫ്ലോ ഫോർ ദ n+1th ഇയർ ആണ്. അപ്പൊ നേരത്തെ ഈ കേസിൽ നമ്മൾ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ അപ് ടു nth ഇയർ എന്നാണ് എടുത്തത്. ഇവിടെ ക്യാഷ് ഇൻഫ്ലോ ഫോർ n+1th ഇയർ, ക്യുമുലേറ്റീവ് അല്ല, ക്യാഷ് ഇൻഫ്ലോ. മൂന്നാമത്തെ വർഷത്തെ ക്യാഷ് ഇൻഫ്ലോ, അതായത് ഈ എമൗണ്ട്. മൂന്നാമത്തെ വർഷം എന്താണോ ക്യാഷ് ഇൻഫ്ലോ, ക്യുമുലേറ്റീവ് അല്ല, നോർമൽ ക്യാഷ് ഇൻഫ്ലോ 2,35,000 ആണ് എമൗണ്ട്. 2,35,000. അപ്പോൾ nth ഇയർ എടുത്തു, അതായത് പേ ബാക്ക് ഉണ്ടാവുന്നതിന്റെ തൊട്ട് മുന്നത്തെ വർഷം, പ്ലസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണോ മൈനസ് ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ അപ് ടു nth ഇയർ. nth ഇയറിൽ കിട്ടുന്ന ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ ഹോൾ ഡിവൈഡഡ് ബൈ ക്യാഷ് ഇൻഫ്ലോ ഫോർ n+1th ഇയർ. n 2 ആണ്, അപ്പൊ 2+1th ഇയർ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വർഷത്തെ ക്യാഷ് ഇൻഫ്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ പേ ബാക്ക് പീരിയഡ് ഇസ് ഈക്വൽ ടു nth ഇയർ. എന്താ? nth ഇയർ നമുക്ക് കിട്ടി 2 ആണ്. 2 പ്ലസ്
ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്തായിരുന്നു? 6 lakh അല്ലെ? 6 lakh മൈനസ് ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ അപ് ടു nth ഇയർ നമുക്ക് കിട്ടി 4,70,000 മൈനസ് 4,70,000 ഡിവൈഡഡ് ബൈ 2,35,000 അതായിരുന്നു ഇക്വേഷൻ. divided by cash inflow for third year 2,35,000. Okay, equation substitute ചെയ്തു. ഇനി അതിനെ സോൾവ് ചെയ്യാം. ആദ്യം ബ്രാക്കറ്റ്സിനെ സോൾവ് ചെയ്യാം. 2 പ്ലസ് ബ്രാക്കറ്റ് സോൾവ് ചെയ്യുമ്പോൾ 6 lakh മൈനസ് 4,70,000 1,30,000 കിട്ടും. 2 പ്ലസ് 1,30,000 ബൈ 2,35,000 by 2,35,000. ഓക്കെ, ഇനി ആദ്യം ഡിവൈഡ് ചെയ്യാം. 1,30,000 by 2,35,000 ചെയ്യാം. 1,30,000 by 2,35,000. അപ്പൊ നമുക്ക് 0.55 കിട്ടും. ഓക്കെ, 2 പ്ലസ് 1,30,000 by 2,35,000 0.55. Okay, that is 2.55 years. Okay, അപ്പോൾ payback period is equal to 2.55 years. Okay, ഈ ക്വസ്റ്റ്യനിലെ പേബാക്ക് പീരിയഡ് ഈ ഇൻവെസ്റ്റ്മെന്റിൽ ഓൾട്ടർനേറ്റീവിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 2.5 വർഷമാണ് നമുക്ക് എമൗണ്ട് തിരിച്ചു കിട്ടാനുള്ള സമയം. അപ്പൊ അൺഈവൻ ക്യാഷ് ഇൻഫ്ലോസ് ആണ്, അതായത് ഓരോ വർഷവും ഡിഫറെന്റ് ക്യാഷ് ഇൻഫ്ലോസ് ആണ്. അപ്പൊ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല ഏത് വർഷമാണ് നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ്ലി പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ കാണുന്നതാണ് ഈ പേബാക്ക് അൺഈവൻ ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ ഇക്വേഷൻ ആണ് ഫോളോ ചെയ്യുക. ഇതിൽ ഓരോ ഐറ്റംസ് അറിയണം. nth ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ ബിഫോർ ദ പേബാക്ക് ഒക്കേഴ്സ്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ. നമ്മൾ ഓരോ ക്യാഷ് ഇൻഫ്ലോസിന്റെ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോസ് കാണണം, അതെടുക്കണം. ഇനി പേബാക്ക് മെത്തേഡിൽ എപ്പോഴും ശ്രദ്ധിക്കുക, പ്രോഫിറ്റ് അല്ലെങ്കിൽ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കുറച്ചതിന് ശേഷം ബട്ട് ബിഫോർ ഡിപ്രിസിയേഷൻ. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യുക, തന്നിട്ടുള്ള പ്രോഫിറ്റിൽ നിന്ന് ലെസ് ഡിപ്രിസിയേഷൻ ചെയ്യുക. അപ്പൊ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും, അതിന്ന് ടാക്സ് ഓർക്കുക. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും, എന്നിട്ട് ഡിപ്രിസിയേഷൻ ലാസ്റ്റ് ആഡ് ബാക്ക് ചെയ്യുക. അപ്പൊ കിട്ടുന്നതാണ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ്. അപ്പൊ ഇങ്ങനെയാണ് പേബാക്ക് മെത്തേഡ് അനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ടെക്നിക്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.